ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഇത്രയും നമ്പേഴ്സ് ആണ്. സോ ആവറേജിന്റെ ബേസിക് ഫോർമുല ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഫോർമുല ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ബേസിക് ഫോർമുല മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ നമ്പേഴ്സ് ചെയ്ത് 8 നമ്പേഴ്സ് ഉണ്ട്. സോ ഡിവൈഡ് ബൈ 8 ചെയ്യാം. ചുമ്മാ ഞാൻ 60ന്റെ ടേംസിൽ എല്ലാ സംഖ്യകളും എഴുതാണ്. സോ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു 60 + 4. എല്ലാവരും 60ന്റെ ടേംസിലോട്ട് കൊണ്ടുപോയി. ഇത് 60 + 4, ഇത് 60 + 6, 60 × 8 പ്ലസ് ബാക്കിയുള്ള സംഖ്യകൾ. അപ്പോൾ എത്ര? 4, 6, 7, 8. സോ ഇതിനും പ്രത്യേകം കൊടുക്കുകയാണ്. സോ ഇതൊരെണ്ണം. അപ്പം ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? 60 എന്നൊരു സംഖ്യ ഞാൻ എടുത്തപ്പം കുറച്ച് സംഖ്യകൾ ഡിവൈഡ് ബൈ 8 വന്നു. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 60 പ്ലസ് ഇത് എത്ര വരും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 8/8 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 38 8 കൊണ്ട് ഇടും 4.75 ആണ്. ഇതിനർത്ഥം 64.75 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 60ന്റെ ടേംസിൽ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് വന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ എടുക്കാം. ഇതാണ് ഇതിനർത്ഥം. നമ്മൾ ഏതെങ്കിലും ഒരു അസ്യൂംഡ് മീൻ ഉണ്ടാവും. സോ ആവറേജ് എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ, നമ്മുടെ ഒരു അസ്യൂംഡ് മീനും ഇങ്ങനെ നമ്മൾ ഓരോ സംഖ്യയും ഈ 60, അതായത് 4 ഇങ്ങനെ വരുന്നത്, ഈ 4 6 ഇങ്ങനെ വരുന്നത് 64 മൈനസ് 60 ചെയ്തപ്പോഴേ നമുക്ക് 4 വന്നത്. അതായത് നമ്മൾ ചെയ്ത ആ വാല്യൂവിൽ നിന്നും നമ്മുടെ ആ അസ്യൂംഡ് മീനെ നമ്മൾ കുറയ്ക്കുക. സോ അത് നമ്മൾ വിളിക്കുന്ന ഡീവിയേഷൻ. ഇങ്ങനെ തന്നെ ചെയ്യണം. എങ്ങനെ? ഇത് ഫോർമാറ്റ്, ഡീവിയേഷന്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ. തന്നിരിക്കുന്ന ഡേറ്റ മൈനസ് നമ്മൾ അസ്യൂംഡ് ആവറേജ്, അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഡേറ്റ മൈനസ് നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ്, അങ്ങനെ കണ്ടുപിടിക്കുന്ന ഡീവിയേഷൻ. സോ ഡീവിയേഷൻസിന്റെ സമ്മുകൾ, ഇപ്പോൾ സം ഓഫ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് n. സോ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ നമുക്ക് മൈൻഡ് നമ്മൾ കൂടുതൽ എഴുതാതെ ചിന്തിച്ചങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡീവിയേഷൻ എല്ലാവരും എഴുതും. ഞാനിപ്പം അസ്യൂംഡ് ആവറേജ് 60 എടുത്ത് എല്ലാത്തിനും ഡീവിയേഷൻ എഴുതി. സോ എനിക്കിപ്പോൾ മനസ്സിലായത് എല്ലാം കൂടെ കൂട്ടും 38 വരും. ആ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ ചെയ്തത് ഒറിജിനൽ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു 60 + 38/8. ഒന്ന് ആലോചിച്ച് നോക്കും. 38/8 ആ ഒരു ടെൻഷനെ നമ്മൾ സീറോ ഡീവിയേഷൻ ആക്കുക. ഡീവിയേഷൻ 0 ആവുന്നു അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്യൂം ആവറേജ് രൂപാന്തരപ്പെട്ട് എന്തായി മാറും? യഥാർത്ഥ ആവറേജിലേക്ക് മാറും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡീവിയേഷൻ നമ്മൾ 0 കൊണ്ടുവരും. ഡീവിയേഷൻ 0 ആവുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അസ്യൂം ആവറേജ് ഉണ്ടല്ലോ, അതിൽ ചെറിയ മാറ്റങ്ങൾ വന്ന് രൂപാന്തരപ്പെട്ട് അത് നമ്മുടെ ഒറിജിനൽ ആവറേജ് ആയിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കും. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 38 നമുക്ക് കിട്ടി. പക്ഷെ 38 നമുക്ക് കിട്ടി അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഡീവിയേഷൻ ആണ്. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? ഡീവിയേഷൻ 0 ആണ് വേണ്ടത്. ഡീവിയേഷൻ 0 വരണമെങ്കിൽ ഈ -38 വരണം. അതായത് ഇവിടെ നിന്ന് ഡീവിയേഷൻ 38 ഡീവിയേഷൻ വന്നത്. പക്ഷെ ഒരു -38 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡീവിയേഷൻ 0 ആവും. ഈ -38 ആര് തരണം? ഈ ഓരോ ടേംസും നമുക്ക് മൊത്തത്തിൽ -38 തരണം. സോ അതിന്റെ ഫലമായിട്ട് 8 ടേംസും കൂടെ ചേർന്ന് നമുക്ക് -38 തരണം. അപ്പോൾ ഒരാൾ എത്ര തരണം? -38/8 വിച്ച് ഇസ് ഈക്വൽ ടു 4.75. അതായത് ഓരോരുത്തരും നമുക്ക് -38/8 വിച്ച് ഇസ് ഈക്വൽ ടു -4.75. അതിനർത്ഥം ഓരോരുത്തരും കൂടെ ചേർന്ന് അധികമായിട്ട് -4.75 തന്നാലേ നമുക്ക് ഡീവിയേഷൻ 0 ആവത്തുള്ളൂ. 64 നമ്മൾ ഏതോ ഒരു നമ്മുടെ, അതായത് നമുക്ക് 60 നമ്മുടെ ആവറേജ് നമുക്ക് പറയാൻ പറ്റും. അസ്യൂംഡ് ആവറേജ് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ഡീവിയേഷൻ മാറ്റം വരുത്തും. ഡീവിയേഷനിൽ എന്ത് മാറ്റം വരുത്തിയാലും നമ്മൾ അസ്യൂംഡ് ആവറേജിനെ ബാധിക്കും. സോ അസ്യൂംഡ് ആവറേജ് ഇപ്പോഴത്തെ അസ്യൂംഡ് ആവറേജ് x എന്ന് എടുക്കുകയാണ്. അതും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4, അതായത് 60 കടന്നിരുന്നപ്പോഴാണ് നമുക്ക് 4 ഇട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഓരോരുത്തരും നമുക്ക് -4.75 കൂടെ തരണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇത്രയാണ് ഡീവിയേഷൻ. ഈ ടേം തരുന്ന ഡീവിയേഷൻ, അതായത് 64 നിന്നും ഏതോ ഒരു നമ്മുടെ ഇപ്പോൾ രൂപാന്തരപ്പെട്ടു. ആരും നമ്മൾ അസ്യൂംഡ് ആവറേജിൽ മാറ്റം വന്നു. സോ അസ്യൂംഡ് ആവറേജ് എക്സ് ആയിട്ട് വരുവാണ്. അതായത് 60 മാറി വേറെ എന്തോ ആയിട്ട് നിൽക്കുകയാണ്. സോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ 4 അല്ല തരുന്നത്, പകരം 4 - 4.75 ആണ് തരുന്നത്. സോ അതിന്റെ ഫലമായിട്ട് ചെന്ന് വരും എന്ത്? നമ്മുടെ എക്സ്. അപ്പോൾ അതിനർത്ഥം എന്തുവാ? ഇതാണ് നമ്മുടെ ആവറേജ്. നമ്മൾ നമുക്ക് ഒന്നും ചെയ്യില്ല. നമ്മൾ ഈ ഒരു ഇത്രയും കാൽക്കുലേഷൻ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഉള്ളിൽ ചിന്തിച്ച് മാത്രം ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 0 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അസ്യൂംഡ് ആവറേജ് രൂപാന്തരപ്പെട്ട് യഥാർത്ഥ ആവറേജ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ ഈ ഡീവിയേഷൻ ഞാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡില്ലേ, അതേ മെത്തേഡ് അസ്യൂംഡ് ആവറേജ് ഈ പറയുന്ന ഒറിജിനൽ ആവറേജ് എന്നിട്ട് ചെയ്ത് നോക്കുക. ഡീവിയേഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മളോട് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് ചെയ്യുന്നത്. അതായത് ഡീവിയേഷൻ മെത്തേഡ് അസ്യൂംഡ് ആവറേജ് അല്ലാതെ യഥാർത്ഥ ആവറേജിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഡീവിയേഷൻ 0 വരും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഡീവിയേഷനെ നമ്മൾ 0 ആക്കാൻ പറ്റുമോ, എങ്ങനെ പറ്റും എന്ന് ചിന്തിക്കും. അപ്പോൾ 38 നമുക്ക് ഡീവിയേഷൻ വന്നത്. -38 വന്നാലേ 0 വരത്തുള്ളൂ. സോ അതിന് വേണ്ടി -38 ആര് തരും? ഈ 8 പേരും കൂടെ ചേർന്നാണ് -38 തരുന്നത്. സോ ഒരാൾ എത്ര തരും? -38/8 -4.75 ഒരാൾ തരണം. സോ അതിന്റെ ഫലമായിട്ട് ഇപ്പം 4 ആണ് തന്നിട്ടിരിക്കുന്നത്. -4.75 കൂടെ ചേർത്ത് ഒരാൾ, ഇയാളുടെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ എനിക്ക് -0.75 തരണം. സോ ഇയാളുടെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. അതിൽ നിന്നും നമ്മൾ യഥാർത്ഥ ആവറേജ് ഉണ്ടല്ലോ, ആവറേജ് കുറയ്ക്കുമ്പോഴാണ് ഈ -0.75 വരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തെ സംഖ്യ എടുത്ത് നമുക്ക് ചെയ്യാം. ഇപ്പം 66 ഉണ്ടായിരുന്നു, നമ്മൾ എത്തി. അതെങ്ങനെയാണ്? ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. ഒന്ന് ഇതിന്റെ ബാലൻസ് ചുമ്മാ ഒന്ന് ഡിറൈവ് ചെയ്യാണ്. സോ ആവറേജിനെ നമ്മൾ മൈനസ് അസ്യൂംഡ് മീൻ ചെയ്താലോ, അസ്യൂംഡ് മീൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ n കിട്ടൂലേ? സം ഓഫ് ഡീവിയേഷനെ വിട്ടിട്ട് എന്നിനെയും കൂടെ കൊണ്ട് ഇവിടോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് എന്നും ഈ ആവറേജും അസ്യൂംഡ് മീനും തമ്മിലുള്ള ഡിഫറൻസിനെ എന്നോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡീവിയേഷന്റെ സം, ഇത് ഈ ഇത്രയും അത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. വാല്യൂ 38 ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നോക്കി വയ്ക്കാം. 5 സംഖ്യയുടെ ആവറേജ് നമുക്ക് 5 സംഖ്യയുടെ ആവറേജ് 123 പറയുന്നു. 7 സംഖ്യയുടെ ആവറേജ് 124 ആണെന്നും പറയുന്നു. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് 5ഉം 7ഉം കൂടെ മൊത്തത്തിൽ എടുത്ത് ആവറേജ് എടുത്താൽ എത്ര വരും ആവറേജ്? സോ ഇത്രയുള്ള 5 ഒരു നോക്കുക, 5ഉം 7ഉം
12 നമ്പേഴ്സ് ഉള്ള സീരീസ് ഉണ്ട്. ആദ്യത്തെ 5 പേരുടെ ആവറേജ് വന്നിട്ടുണ്ട് 123 പിന്നെയുള്ള 7 പേരുടെ 124. സോ അതായത് മൊത്തത്തിലുള്ള ഈ 12 സംഖ്യകൾ ഒരുമിച്ചെടുത്ത് ഓലോടെ കൂട്ടി ഡിവൈഡ് ബൈ 12 ചെയ്താൽ എത്ര വരും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാലോ, നമുക്ക് തന്നിരിക്കുന്നത് ഒരു AP ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡീവിയേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യും? നമ്മൾ 10 സ്റ്റുഡൻസ് ഉണ്ട്. 10 സ്റ്റുഡൻസിന്റെയും കൂടെ മാർക്സ് എല്ലാം കൂടെ കൂട്ടി ആവറേജ് എടുത്തപ്പോഴത്തേക്കും 50 വന്നു. ഓക്കെ, ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ 2 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ മാർക്ക് രണ്ടുകൂടെ കൂട്ടി ആവറേജ് എടുത്തപ്പോൾ 100 വന്നു. മൊത്തത്തിൽ അതായത് 12 പിള്ളേരുടെയും കൂടെ മാർക്ക് ഒരുമിച്ച് കൂട്ടി ആവറേജ് എടുത്താൽ അങ്ങനെ നെറ്റ് ആവറേജ് എടുത്താൽ എന്ത് വരും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം എപ്പോഴും ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക, നമ്മളിനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നെറ്റ് ആവറേജ് ഓൾവേസ് ബിറ്റ്വീൻ 50 and 100. നെറ്റ് ആവറേജ് എപ്പോഴും ഈ 50 100, അതായത് ഈ പറയുന്ന 2 സംഖ്യകളുണ്ടല്ലോ ആ വാല്യൂവിന്റെ ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. അതിൽ കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. ഈ 2 വാല്യൂസിന്റെ ബിറ്റ്വീൻ ആയിരിക്കും. അത് ബേസിക്, അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കൂടിയ ആൾക്കാർ ഉള്ള ആ ആവറേജ് ഉണ്ടല്ലോ, അത് എത്രയേ ഉള്ളൂ? 10 പേരുടെ ആവറേജ് ആണ് നമുക്ക് 50 പറയുന്നത്. 2 പേരുടെ ആവറേജ് ആണ് നമുക്ക് 100 പറയുന്നത്. സോ ഏറ്റവും കൂടിയ ആൾക്കാർ വരുന്ന ആവറേജ് ഏതാ? ഈ 50 അല്ലേ? സോ അത്രേ ഉള്ളൂ. കൂടിയ ആൾക്കാരുള്ളിടത്തോട്ട് അവർ വരെ അതായത് നമ്മൾ നെറ്റ് ആവറേജിനെ ഈ കൂടിയ ആൾക്കാർ പുള്ളി എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ എന്തായാലും ഇതിന് ഇടയ്ക്കുള്ള വാല്യൂ ചെയ്യും. സോ അതിൽ തന്നെ കൂടിയ ആൾക്കാർ വരുന്ന ആ വാല്യൂ, അതായത് 50 അടുത്ത വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ 50 അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ ഏതിനും ഇടയ്ക്ക് നിൽക്കുന്ന വെച്ചാൽ ഇപ്പൊ 50 100 ഉണ്ട്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 50 100 എന്നൊക്കെ പറയുവാണെങ്കിൽ 50 100 ഇടയ്ക്ക് 50 51 52 അങ്ങനെ തന്നെ 100 പോകുന്നത്. സോ ഇതിനിടയ്ക്ക് മിഡിൽ, ഇവർക്ക് ഇടയ്ക്കുള്ള മിഡിൽ വാല്യൂ എന്തുമായിരിക്കും? 75 ആയിരിക്കും ഇതിന്റെ മിഡിൽ വാല്യൂ. സോ അതിനർത്ഥം 50 75 ഇടയ്ക്കുള്ളതായിരിക്കും. അതിൽ തന്നെ 50 അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ, എത്രയുള്ള 50 കുറച്ച് അടുത്ത് നിൽക്കുന്ന വാല്യൂ 50 75 റേഞ്ചിൽ വരും. സോ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സാലറി ആയിക്കോട്ടെ, ആ സാലറി പറയാം. അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. വീണ്ടും ഒരു 5 പീപ്പിൾ ഉണ്ട്. അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ, നമുക്കറിയാലോ എന്തായാലും ഇവരുടെ ഫുൾ ആവറേജ് എന്താണ് ചോദ്യം? നെറ്റ് ആവറേജ്. സോ നമുക്കറിയാലോ വാല്യൂ എന്തായാലും ഈ 40 60 ഇടയ്ക്കായിരിക്കും. സോ അതിൽ തന്നെ ആരുടെ അടുത്തായിരിക്കും? നമുക്കറിയാം ഇവർ രണ്ടുപേരും തുല്യമായിട്ട് വലിക്കുന്നത്. അതിനർത്ഥം മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക. 40 50 60,000 ഇടയ്ക്ക് എത്ര? 40,000 41,000 അങ്ങനെ തുടങ്ങി കുറെ വാല്യൂസ് ഉണ്ട്. ഇവരുടെ മിഡിൽ വാല്യൂ ഏതായിരിക്കും? ഇവരുടെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. സോ മിഡിൽ വാല്യൂ 50 ആയിരിക്കും. സോ ആ 50 ഇയാളുടെ പുള്ളും സെയിം ആണ്. സോ അതിന്റെ ഫലമായിട്ട് 50,000 തന്നെ ആയിരിക്കും ഇതിന്റെ ഉത്തരം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ആവറേജുകൾ, അതായത് ഒരു പർട്ടിക്കുലർ ആവറേജ് നമുക്ക് 2 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ, അതിന്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ ഉത്തരം. നെറ്റ് ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെ തന്നിരിക്കുന്ന വാല്യൂസിന്റെ ഇടയ്ക്കത്തെ വാല്യൂസേ വരത്തുള്ളൂ. അത് കൺഫേം ആണ്. അതിൽ തന്നെ മെജോറിറ്റി വരുന്ന ആൾക്കാർ 10 അല്ലെങ്കിൽ മെജോറിറ്റി ഉള്ള അവിടെ പുള്ളു കൂടുതൽ. അതിനർത്ഥം ഇപ്പം ഇവർ രണ്ടും ഈക്വൽ ആണെങ്കിൽ 75 വന്നേനെ. അതായത് ഈ കേസ് അനുസരിച്ച് രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ആ കറക്റ്റ് ഈ 2 വാല്യൂവിന്റെയും മിഡിൽ വാല്യൂ വരും. പക്ഷേ കൂടുതലാണെങ്കിൽ അങ്ങോട്ടായിരിക്കും പുള്ളു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഏറ്റവും മീൻ അസ്യൂം ചെയ്യണം. ഞാൻ പറഞ്ഞില്ല 123 124 ഇടയ്ക്കായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂംഡ് മീൻ ഒരു 120 എന്ന് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഓക്കെ, 123 എടുക്കാം, 124 എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ 120 എടുക്കുകയാണ്. ഓക്കെ, സം ഓഫ് ഡീവിയേഷൻ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സം ഓഫ് ഡീവിയേഷൻ ആവറേജ് മൈനസ് അസ്യൂംഡ് മീൻ. ഓക്കെ, സോ ഇവിടെ എത്ര? 5. ആവറേജ് എത്ര? 123. ഞാൻ അസ്യൂം ചെയ്തിരിക്കും. സിമിലർലി ഇവിടെയും സം ഓഫ് ഡി ആവറേജ് 124, അസ്യൂംഡ് ആവറേജ് 120. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. ഇത് സ്റ്റെപ്പ് 3 ഞാൻ പറയാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ എന്താ? ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു, എന്തുകൊണ്ട് ഇവിടുത്തെ അസ്യൂംഡ് മീൻ ഒക്കെ സെയിം? ഈ അസ്യൂംഡ് മീൻ ഇവിടുത്തെ അസ്യൂംഡ് മീൻ ഇതൊക്കെ സെയിം ആയിരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇത്രേ ഉള്ളൂ. ഇത് സെയിം ആയിരിക്കണം. ഞാൻ ആദ്യം ഇത് 2 കേസ് പറയാം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ 120 കേസ് എടുക്കുമ്പോൾ 120 എടുക്കുമ്പോഴത്തേക്കും 120 നിന്നും ഇതിലെ ഓരോ വാല്യൂവിനുമുള്ള വ്യത്യാസമാണ് ഈ 15. 20 നമ്മുടെ അസ്യൂംഡ് മീൻ. ആ 120 എല്ലാ സംഖ്യകളിൽ നിന്നും കുറച്ച് കിട്ടുന്ന വാല്യൂസുകൾ, ഇങ്ങനെ കുറെ വാല്യൂസുകൾ ഉണ്ട്. അത് 2 ഘട്ടമായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ 2 ഘട്ടമായിട്ട് അവരുടെ ഇത് തന്നിട്ടുണ്ട്. ഇപ്പൊ 15 28. ഓക്കെ, ബൈ 12 പേരുടെ. സോ നമ്മൾ 8 എഴുതാനുള്ളത് 12 പേരുടെയാണ്. സോ 43/12 എട്ടെണ്ണം. നമുക്ക് കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ 120 എടുത്തോണ്ട് ഇത്രയും വേരിയേഷൻ നിങ്ങൾക്ക് അറിയാം. 123 എന്ന് പറയണം, 124 എന്ന് പറയണം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം 124 123 എടുക്കുന്നതായിരിക്കും. കാരണം എന്താ? ഒന്നുകിൽ ഇവിടെ 0 അല്ലെങ്കിൽ ഇവിടെ 0 കാൽക്കുലേഷൻ കുറയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂംഡ് മീൻ ഉറപ്പായിട്ടും 123 124 2 പേരിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരണം 0. അതാണ് എളുപ്പവഴി. പക്ഷെ നമുക്ക് ഏത് വേണം എടുക്കാം, അത് നമ്മുടെ ചോയ്സ് ആണ്. അതായത് ഈ ഒരു ഇക്വേഷനിൽ ഈ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. സോ അസ്യൂം ഞാൻ കറക്റ്റായിട്ട് 2 സ്റ്റെപ്പ് ഇത് ചെയ്യുകയാണ്. പ്ലസ് n ഇൻറ്റു ആവറേജ് മൈനസ് അസ്യൂംഡ് മീൻ എന്നാ. സോ ഞാൻ 50 എടുത്തു. n എത്ര? ഇവിടെ 10 ഇൻറ്റു ആവറേജ് 50 അല്ലേ, മൈനസ് വരാം ആവറേജ് 50 ആണ്, അസ്യൂംഡ് മീനും 50 ആണ്. സോ അവിടുത്തെ കാര്യം 0 ആയി പോയി. പ്ലസ് അടുത്ത കേസിൽ എന്താ? n എത്ര? അടുത്ത കേസിൽ 2 ആണ്, ആവറേജ് 50 ആണ്, മൈനസ് അസ്യൂംഡ് മീൻ ആവറേജ് 100 ആണ്, മൈനസ് അസ്യൂംഡ് മീൻ 50. സോ 50 ടോട്ടൽ ആൾക്കാർ എത്ര? 12. ഇത് ഞാൻ 1 എടുക്കാം, ഒരു സ്റ്റുഡൻ്റ് എടുക്കാം കേട്ടോ.
എത്ര വരും 11 വിച്ച് ഇസ് ഈക്വൽ ടു 50 പ്ലസ് 100/11 വിച്ച് ഇസ് ഈക്വൽ ടു 50 പ്ലസ് സോ 58.33 വരും. 4 അർബനിലുള്ളത് 7. സോ ഇയാളുടെ ആവറേജ് പറയുന്നു 65, ഇയാളുടെ ആവറേജ് 63. സോ നമ്മുടെ അടുത്ത് ഫുൾ ആവറേജ് ചോദിക്കുന്നത്. ഞാൻ അസ്യൂംഡ് ആവറേജ് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. -65, ഫസ്റ്റ് ഡേറ്റ -65, സെക്കൻഡ് ഡേറ്റ -65, അങ്ങനെ ചെയ്ത് ഈ 4 പേരുടെയും കൂടെ ഹോൾ ഡീവിയേഷന്റെ സമ്മാണ് ഈ 0. സിമിലർലി ഇവിടെ 7 പേരുണ്ട്. 7 പേരിൽ ആദ്യത്തെ ആളിൽ നിന്നും 65 കുറയ്ക്കുന്നു, ഒരു സംഖ്യ കിട്ടുന്നു. അങ്ങനെയാണ് ചെയ്ത് വരുമ്പോൾ അതിന്റെ എല്ലാം കൂടെയാണ് 14. സോ നമ്മുടെ ഇവിടെ അപ്പോൾ എന്ത് നമ്മുടെ മീൻ ഇവിടെ മീൻ 63 എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് എന്ത് വരും? ഇവിടുത്തെ സം ഓഫ് ഡീവിയേഷൻ എത്ര വരും? ഈ ഒരു സെക്ഷനാണ് ഞാൻ കറക്റ്റ് സം ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് n എത്ര 4 ഇൻറ്റു ആവറേജ് മൈനസ് അസ്യൂംഡ്. സോ ആവറേജ് 65, 65 മൈനസ് 63 2. സോ ഈ ഒരു കേസിലെ സം ഓഫ് ഡീവിയേഷൻ എന്ത് വരും? n ഇൻറ്റു ആവറേജ് മൈനസ് അസ്യൂംഡ്. സോ ആവറേജ് മൈനസ് അസ്യൂംഡ് 0. സോ നമ്മുടെ മറ്റേ ആവറേജ് എന്ത് വരും? 63 പ്ലസ് 8/11. സോ മറ്റേ ആവറേജ് 63 പ്ലസ് 8 പ്ലസ് 0 മൊത്തത്തിൽ എത്ര സംഖ്യ ഉണ്ട്? 4, 7, 11. സോ 8/11 നമുക്ക് 7.23 രണ്ട് കണ്ടോ, സെയിം കിട്ടി കേട്ടോ. സോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക, അതിൽ തന്നെ ചെറിയ സംഖ്യ എടുക്കുക. അത് ഇട്ടിട്ടല്ലേ. അപ്പം രണ്ടിലെ ഏതൊരു സംഖ്യ എടുക്കുക, അതിൽ തന്നെ ചെറിയ സംഖ്യ എടുക്കാൻ കൂടെ പഠിക്കാം. 63 65 തന്നിരിക്കുന്നത്. 63 എത്ര പേരാ? 7 പേര്. 65 4 പേര്. സോ നമുക്കറിയാലോ 63, 64, 65. ഇവർക്ക് നമ്മുടെ മിഡിൽ ടേംസ് എത്ര? ഇവർക്ക് ഇടയിൽ ഒരു ടേമാണുള്ളത്. മൊത്തത്തിൽ എത്ര? മൊത്തത്തിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 64 ആണ്. സോ അതിന്റെ ഫലമായിട്ട് 7 ആയിരിക്കും പുള്ളി ചെയ്യുന്നത്. സോ 63 അടുത്തോട്ട് കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഉത്തരം. 63 64 ഇടയ്ക്ക് വരും. ഓക്കെ, അതിൽ തന്നെ 63 അടുത്തോട്ട്. സോ നമ്മുടെ 63.73 മാത്രമേ ഓപ്ഷൻ ഉത്തരം ഉള്ളൂ. അങ്ങനെയാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാം.